ന്യൂയോർക്കിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെയും, അതായത് 63-ാമത്തെ വയസ്സിലും സ്കൂളിൽ പോകുമായിരുന്നു. എന്തിനായിരുന്നു ഇദ്ദേഹം 63 വയസ്സുവരെയും സ്കൂളിൽ പോയത്? ഈ കാലമത്രയും അനേക കോളേജുകളിൽ അദ്ദേഹം മാറി മാറി പഠിച്ചു. അനേകം ഡിഗ്രികൾ അദ്ദേഹം കരസ്ഥമാക്കി. അനേകം മണിക്കൂറുകൾ അനേക പ്രൊഫസർമാരുടെ കീഴിലിരുന്നു കൊണ്ട് അദ്ദേഹം പഠിച്ചു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒരു ജോലി പോലും ചെയ്തിട്ടില്ല. അതിൻ്റെ പുറകിൽ ഒരു കാരണമുണ്ടായിരുന്നു. അദ്ദേഹത്തെ വളരെയധികം ഇഷ്ടപ്പെട്ട ഒരു ബന്ധു താൻ മരിച്ചു പോകുന്നതിന് മുമ്പ് തൻ്റെ വിൽ പത്രത്തിൽ എഴുതി വച്ചിരുന്നു, അദ്ദേഹം എത്ര നാൾ സ്കൂളിൽ പോകുന്നുവോ അത്രയും നാളത്തെ പഠന ചെലവുകൾ, ജീവിത ചെലവുകൾ, റെൻ്റ്, അങ്ങനെയുള്ള എല്ലാ ചെലവുകളും താൻ വഹിച്ചു കൊള്ളാം എന്നുള്ളതായിരുന്നു ആ വിൽപത്രത്തിൽ അദ്ദേഹം എഴുതി വച്ചിരുന്നത്. ഓരോ വർഷവും തൻ്റെ ജീവിതം താൻ പഠിച്ച് തള്ളി നീക്കുമ്പോൾ ആ പഠനത്തിൽ നിന്ന് ഒന്ന് വെളിയിലിറങ്ങി വന്ന് ഒന്ന് ജോലിയെടുത്ത് ജീവിക്കുവാൻ അദ്ദേഹത്തിന് മനസ്സിലായിരുന്നു. അദ്ദേഹം സ്വന്തം കാലിൽ ജോലി ചെയ്യുന്ന ദിവസം മുതൽ അദ്ദേഹത്തിന് ആ വിൽപത്രത്തിൽ പറഞ്ഞിട്ടുള്ള സൗഭാഗ്യങ്ങൾ നഷ്ടപ്പെടുകയാണ്. അതുകൊണ്ട് 63 വർഷവും തൻ്റെ ജീവിതത്തിൻ്റെ അവസാന ദിവസം വരെയും അദ്ദേഹം ഒരു സ്റ്റുഡൻ്റായിട്ട് തുടർന്നു. ഇതൊരു ജീവിത രീതിയാണ്. ഇങ്ങനെയും ജീവിക്കാം. വളരെ കംഫർട്ടബിളായിട്ടുള്ള ഒരു ജീവിത രീതിയാണ്. ഇത്രയും ജ്ഞാനവും ഇത്രയും ഡിഗ്രികളും എല്ലാം ഉണ്ടെങ്കിലും ആ ഡിഗ്രികൾ കൊണ്ട് ഒരു ദിവസം പോലും ജോലി ചെയ്യാതെയുള്ള ആ ഒരു ജീവിതം എന്ന് പറയുന്നത് അത് വ്യത്യസ്തമായിട്ടുള്ള ഒരു ജീവിതശൈലി തന്നെയാണ്. നമ്മുടെ ജീവിതത്തിലും നമ്മൾ പലപ്പോഴും ഇങ്ങനെയുള്ള ജീവിതാനുഭവങ്ങളിൽ എത്തിച്ചേരാറുണ്ട്. ദൈവത്തിൻ്റെ വചനം എത്രയോ പ്രാവശ്യമാണ് നമ്മളോട് പറഞ്ഞിട്ടുള്ളത്, നമ്മൾ ഭയപ്പെട്ടു പോകേണ്ട ആവശ്യമില്ല എന്ന്. ഞാൻ നിങ്ങൾക്ക് വേണ്ടി കരുതുന്നതാകയാൽ നിങ്ങളുടെ സകല ചിന്താകുലവും എൻ്റെ മേൽ വെച്ചുകൊള്ളുക എന്ന് ദൈവം എത്രയോ പ്രാവശ്യമാണ് നമ്മളോട് തൻ്റെ വചനത്തിലൂടെ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ളത്. നാം ഓരോ ആഴ്ചയിലും ഓരോ ദിവസവും നാം ഇത് ആവർത്തിച്ച് കേൾക്കുന്നുവെങ്കിലും ഒരിക്കൽ പോലും ഭയമില്ലാതെ പതറാതെ മുന്നോട്ട് പോകുവാൻ സാധ്യമാകാതെ സംശയത്തിൽ ജീവിക്കുന്ന ഒരു ജീവിതമാണോ നമ്മളുടേത്? വിശ്വാസം എന്നതോ ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാകുന്നുവെന്ന് ദൈവത്തിൻ്റെ വചനം പറയുന്നു. ഒരു ചെങ്കടൽ നമ്മുടെ മുൻപിൽ വെളിപ്പെടുന്ന സമയത്ത് നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓടി ഒളിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ വിശ്വാസത്തിൻ്റെ വടി ആ ചെങ്കടലിൻ്റെ മേൽ നീട്ടാം. അങ്ങനെയുള്ളൊരു ജീവിതം സാധ്യമാകണമെന്നുണ്ടെങ്കിൽ പഠിക്കുക മാത്രമല്ല, പ്രായോഗിക തലത്തിൽ നമ്മുടെ വിശ്വാസത്തെ, അതിനെ പ്രാക്ടീസ് ചെയ്യുവാൻ നാം അനുദിനം നമ്മുടെ ജീവിതത്തെ സമർപ്പിച്ചു കൊടുക്കണം. നമ്മളിപ്പോൾ നയിച്ചുകൊണ്ടിരിക്കുന്ന ജീവിതം ഏത് തരത്തിലുള്ള ജീവിതമാണ്? എല്ലാം അറിയാം, എന്നാൽ പ്രായോഗിക തലത്തിൽ പതറിപ്പോകുന്ന ഒരു ജീവിതമാണെങ്കിൽ 63 വയസ്സുകാരനും നമ്മളും തമ്മിൽ വളരെ വലിയ വ്യത്യാസങ്ങളൊന്നുമില്ല എന്ന് നാം അറിഞ്ഞിരിക്കണം.